തനു, നീ അമ്പലത്തിൽ പോയി വന്നോ? ആ അമ്മ, ഞാൻ വന്നു. അച്ഛൻ എന്നെ തിരയുണ്ട്, എന്നോട് എന്തോ പറയാണ്ട്. തനു, തനു, മോളെ തനു. ആ അച്ഛാ, ഇതാ വരുന്നു. തനു, നിന്നെന്ന് ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരണ്ടേ? എന്ത് പെണ്ണ് കാണാനോ? നോ വേ പപ്പ, ഒരിക്കലും ഇല്ല, ഞാൻ നിൽക്കൂല കേട്ടോ. തനു, നീ അപ്പ പറയുന്നൊന്ന് കേക്ക്. അപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ, പഠിത്തം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കൂലെന്ന്. തനു, എന്നോട് കല്യാണം കഴിക്കാനല്ലല്ലോ പറഞ്ഞേ, പെണ്ണ് കാണാൻ വരണ്ട, ഒന്ന് നിന്ന് കൊടുത്താൽ മതി. എന്താ അപ്പ അതൊക്കെ? പഠിത്തം കഴിഞ്ഞിട്ട് പോരെ പെണ്ണ് കാണലൊക്കെ. തനു നോക്ക്, ഒന്ന് പെണ്ണ് കാണാനല്ലോ, ഒന്ന് നിന്ന് കൊടുത്താൽ മതി. എന്നെ ഇവിടെ ആരും കെട്ടിച്ചു വിടാൻ പോകുന്നില്ല. എൻ്റെ സമ്മതമില്ലാതെ ഇവിടെ ആരും കല്യാണം നടത്തൂല. അത് എനിക്കറിയാം അമ്മ, പക്ഷെ വേണ്ട. പിന്നെ എന്താ തനു, ഇതിനൊന്ന് സമ്മതിച്ചാലേ ഒന്ന് നിന്ന് കൊടുത്താൽ പോരെ? ചാരു, നിർത്ത്, ഞാൻ പറയാം. തനു, എനിക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടേ ഞങ്ങളോട് ഓപ്പണായി പറ. ലവ് ഒന്നും ഇല്ല അപ്പാ, എന്നാലും എനിക്ക് വേണ്ട. പിന്നെ എന്താ തനു എൻ്റെ പ്രശ്നം? നീ പറ, എന്തുണ്ടെങ്കിലും പറ. അപ്പയമ്മയൊന്നും ഒന്നും ചെയ്യൂല. അപ്പ അമ്മ, ഇപ്പം MBBS ഫൈനൽ ഇയർ അല്ലേ, ഇത് കഴിഞ്ഞിട്ട് പോരെ? അതാണെങ്കിൽ എൻ്റെ പ്രശ്നമെങ്കിൽ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുള്ളൂ, ഈ പേടിക്കണ്ട. അപ്പാ വേണ്ടപ്പാ. തനു, പിന്നെ എന്താടാ എൻ്റെ പ്രശ്നം? ഈ പറ, എന്തുണ്ടെങ്കിലും അപ്പനോട് അമ്മനോട് പറ. പിന്നെ അതല്ലാതെ എനിക്ക് എന്താടാ പ്രശ്നം? അപ്പ അമ്മ, എനിക്ക് നിങ്ങളൊന്നും വിട്ട് പോവാനാവൂല അപ്പാ. അയ്യേ, ഇതാ എൻ്റെ പ്രശ്നം. ഈ ഒന്നുമില്ല, ഹോസ്റ്റലിൽ നിന്നല്ലടി പഠിക്കണേ, പിന്നെ എന്തിനാ നമ്മളൊക്കെ വിട്ട് നിൽക്കണേന്ന് എനിക്ക് ഇത്ര പ്രശ്നം. പിന്നെ തനു നോക്ക്, പെൺകുട്ടികളാകുമ്പോൾ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ളത് തന്നെയാണ്. ഒരിക്കലും ഓലെ വീട്ടിൽ നിൽക്കൂല. കല്യാണം കഴിച്ച ആദ്യത്തിലൊക്കെ നമുക്ക് അമ്മനെയും അപ്പനെയും കാണണം എന്നൊക്കെ ഉണ്ടാവും. ഒക്കെ സ്വാഭാവികമാണ്. ആ വിചാരിച്ചിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുക. ആന്നെ, എൻ്റെ അമ്മക്ക് എൻ്റെ അമ്മനെയും അപ്പനെയും ഒക്കെ കാണാനിട്ട് എന്തൊരു സങ്കടമാണെന്ന് അറിയും. ഒരാഴ്ച ഫുള്ള് ഇരുന്ന് കരച്ചില്ലേനി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ ഒരാഴ്ച പോയി നിന്നപ്പം പ്രശ്നമൊക്കെ മാറി. പിന്നെ തനു, ഈ പെണ്ണ് കാണാൻ വരുന്നതിലൂടെ എൻ്റെ കല്യാണമൊന്നും നടത്താൻ പോവില്ലേ. അപ്പൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോനെ ഒരു പെണ്ണ് കണ്ട് പൊക്കോട്ടെ, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ തന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കൊന്നുമില്ല. അപ്പം മോളോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്തണോ? അതുപോലെ തന്നെ മോക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കുകയുള്ളൂ. അപ്പ അമ്മ നിർത്ത്. ഓക്കെ, ഇതിന് ഞാൻ നിന്ന് തരാം. പക്ഷേ ഇനിയൊരു പെണ്ണ് കാണലുണ്ടായാൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് തരില്ലേ. ഉറപ്പ്, ഇനി എൻ്റെ പഠിത്തം കഴിയാതെ ഒരു പെണ്ണ് കാണലും ഉണ്ടാവില്ല. ഇതിനൊന്ന് നിന്ന് കൊടുത്താൽ മതി. ചാരു, ഒരു കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇതിന് ഇവളെ മാറ്റി നിർത്തിച്ചാണ്ടേ. ആ ഏട്ടാ, അവർ വരുന്നതിന് മുന്നേ ഞാൻ ഇവിടെ റെഡിയാക്കിക്കോളാം. തനു, റൂമിലേക്ക് നടന്നോട്. മാമി മാമി, ഞാൻ വന്നു. മാമി, തനു ഇവിടെ? തനു മാറ്റാൻ വേണ്ടി റൂമിലേക്ക് പോയതാ. റൂമിൽ പോയൊക്കെ അവിടെ ഉണ്ടാവും. തനു, അനു, നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 23 കൊല്ലായി. ഓ ചളി, പക്ഷെ ഒത്തില്ല. പെണ്ണ് ചെക്കനെ കാണാൻ ഭയങ്കര ധൃതിയിലാണെന്ന് തോന്നുന്നു. ഡീ അനു, ശവത്ത് കുത്തല്ലേ ഡീ. ഞാനമ്മായി വിളിച്ചപ്പോൾ ഷോക്കായിപ്പോയി. ഈ പെണ്ണാണ് സമ്മതിക്ക്. വല്ല കാക്കി മലന്ന് പറഞ്ഞോ നോക്കാൻ വേണ്ടി ഞാൻ പുറത്ത് വരെ പോയി നോക്കി. അത്രക്കും വലിയ ലോകാത്ഭുതല്ലേ. എന്നാലും ഉണ്ട് തനു, ഈ പെണ്ണാണ് സമ്മതിച്ചല്ലോ. പക്ഷെ എനിക്ക് സമാധാനമായി, എനിക്ക് കൂട്ടിനാരെ വേണ്ടേ. അതിപ്പോൾ അങ്ങനൊന്നുമല്ല. അപ്പയും അമ്മയും പിന്നെ നിർബന്ധിച്ചപ്പം ഓല് പറഞ്ഞില്ല സമ്മതമില്ലാതെ എന്തായാലും കല്യാണം നടത്തൂല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നിന്നതാ. അതുകൊണ്ട് സമ്മതിച്ചതല്ലേ, ഞാൻ സമ്മതിക്കൂലല്ലോ. എന്നാലും താനും ഈ ഭയങ്കര ലുക്കത്തിയായി ഒരുങ്ങിയാണ്. ചെക്കനെന്തായാലും വേണ്ടാന്ന് പറയില്ല, നീ വേണ്ടാന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. അന്നെ കണ്ടിട്ട് ഞാൻ വരെ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഇപ്പം ആ ചെക്കൻ്റെ അവസ്ഥ എന്തേക്കൂ. അല്ല തനു, ഞാൻ നീ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇന്നാള് പറഞ്ഞ സത്യേനി? എന്ത് പറഞ്ഞ് സത്യമാണെന്ന് ചോദിക്കണേ? അതിൻ്റെ തനു, ഈ ഇന്നാള് പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു ക്രഷ് ഉണ്ടെന്ന്, അതിൻ്റെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. അത് സത്യമാകുന്നോണൊന്നുമല്ല, എനിക്ക് ക്രഷൊക്കെ ഉണ്ട്. ഈ അവനെ പ്രപ്പോസ് ചെയ്തണോ? ഞാൻ എന്നോനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, എന്നിട്ടല്ലേ പ്രപ്പോസ് ചെയ്യാൻ. അയ്യേ, നേരിട്ട് കാണാത്ത ക്രഷോ? എന്ത് ക്രഷാ? ജീജുവിനെ ഇവിടുന്നാ കണ്ടു നിൽക്കി. ഞാൻ അവനെ ഫോട്ടോയിൽ കണ്ടു കേട്ടോ. ജീവനെ ഇവിടുത്തെ ഫോട്ടോയിലാ കണ്ടേ? ഞാൻ നാളെ പോയ വീട്ടിലത്തെ ഫോട്ടോയില് അവിടെ ചുമരുമ കണ്ടതാ. അല്ല എൻ്റെ പൊന്നാരെ, ഈ അത് ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഓ, ഒരു ഫോട്ടോ കണ്ടിട്ട് ക്രഷ് അടിക്കാൻ പറ്റിയ സാധനം. എന്താ അവളെ, ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ക്രഷ് അടിക്കണേ? നേരത്തെ ഞാൻ ക്രഷ് അടിക്കൂലേ. പിന്നെ വല്ലാതെ കിടന്ന് പുച്ഛിക്കണ്ട, അതിൻ്റെ കല്യാണം കഴിഞ്ഞില്ല, അതിന് ഉറപ്പാണ്. കാരണം ഞാൻ അവിടെ നിന്ന് ചോദിച്ചതാ അതിൻ്റെ കല്യാണം കഴിഞ്ഞാണോന്ന്. എല്ലാന്ന് പറഞ്ഞതാ കേട്ടോ. ഇജ്ജ് അതിൻ്റെ അടുക്ക് അതും ചോദിച്ചോ? നമുക്ക് അസ്ഥിക്ക് പിടിച്ചായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അത് എവിടെയാണ് ഉള്ളതെന്നെങ്കിലും ചോദിച്ചുകൂടേനു. നാളെ കണ്ട് പ്രപ്പോസിങ് ചെയ്യണി.
അത് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ എന്നേ പോയി പ്രപ്പോസ് ചെയ്തിനി. അത് കാശ്മീരല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി പ്രപ്പോസ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പം പ്രപ്പോസ് ചെയ്തിനി. അപ്പം അതാണ് അമ്മായിനോട് പറഞ്ഞിട്ട് എനിക്ക് കാശ്മീർ പോകണം എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയല്ലേ. ഇപ്പല്ലേ എൻ്റെ കാര്യം പിടികിട്ടി. ചാരു ഓലിതെത്തി. ഋഷി വാ, ഞങ്ങൾ ചെറുതായിട്ട് ലേറ്റ് ആയി പോയില്ലേ? അതൊന്നും സാരില്ലടാ, എല്ലാരും വാ ഇരിക്കി. ചാരു, ചാരു, എന്താ ഏട്ടാ? ചാരു നീ മോളോട് പോയി പറ ഓല് വന്നണ്. ആ ഏട്ടാ, ഞാനിപ്പോൾ പോയി പറയാം. നിങ്ങൾ രണ്ടാളും ഇവിടെ വർത്തമാനം പറഞ്ഞിക്കാ. ഓലിതാ വന്നതാ. ഓലപ്പോത്തിന് വന്നോ? ഞാൻ താഴത്തേക്ക് വിളിക്കുന്ന സമയത്ത് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ആ അമ്മായി വിളിക്കുമ്പോൾ ഞങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരണ്ട്. ചാരു സുഖല്ലേടാ? ആ ചാരു സുഖമായിരിക്കുന്നു. എത്ര കാലമായിടാ എന്നൊക്കെ കണ്ടിട്ട്. മൂത്ത മോൻ്റെ കല്യാണമല്ലേനു, അതിൻ്റെ തിരക്കിലേനി. ഇതാണോ മൂത്ത മോൻ്റെ പെണ്ണ്? ആ, ഇതിൻ്റെ അടുക്ക് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതന്നെ ആദ്യൻ്റെ പെണ്ണ്. ചാരു ആദ്യം ഒന്നുമില്ല. ഇല്ല ചാരു, ആദ്യം ഒന്നുമില്ല. ആദ്യമൊക്കെ ലീവ് കിട്ടിയില്ല. ചാരു ഇവിടെ വർത്തമാനം പറഞ്ഞു നിന്നിട്ട് നമ്മൾ വന്ന കാര്യം വിട്ടുപോയി. മോളോടെ? മോളെ കണ്ടില്ലല്ലോ. ചാരു നീ പോയി മോളെ വിളിക്കേ. ആ ഏട്ടാ, ഞാനിപ്പോൾ വിളിക്കാം. ഏട്ടത്തി ഇവിടെ എന്താ നടക്കണേ? എനിക്ക് ഇവരൊന്നും പറയണേ കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടല്ലോ ചോദിച്ചേ. അബി, എൻ്റെ പെണ്ണിനെ കാണാനാണ് നമ്മളിവിടെ വന്നേ. എന്ത് പെണ്ണ് കാണലോ? എനിക്ക് വേണ്ടട്ടോ. അബി, എൻ്റെ മുകളിൽ കെട്ടിക്കൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കടാ, പെണ്ണൊന്നും വന്നണോ? ഏട്ടത്തിക്കെങ്കിലും എന്നോട് പറയണേ പെണ്ണ് കാണാനാ വരുന്നത്. ഏട്ടത്തി പെണ്ണിന്റെ എന്തൊരു ലുക്ക. അത് പിന്നെ എൻ്റെ സെലക്ഷൻ അല്ലേ, അങ്ങനെ വരൂ. പെണ്ണിനും ചെക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പോയി സംസാരിച്ചോട്ടെ, അതാണല്ലോ എൻ്റെ ഒരു രീതി. മോനെ രണ്ടാളും പോയി സംസാരിച്ചു വന്നത്.